എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹരിവാണി ജ്യോതിഷം ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. 2024 മെയ് 1 സർവേശ്വരകാരകനായ വ്യാഴത്തിൻ്റെ മേടൻ രാശിയിൽ നിന്നുള്ള ഇടവൻ രാശിയിലേക്കുള്ള ഗ്രഹചാരം മിഥുനൻ രാശിക്കാർക്ക് എന്തെല്ലാം ഫലങ്ങളാണ് ഉളവാക്കുന്നത് എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. മിഥുനം രാശി എന്ന് പറയുന്നത് മകൈര്യം നക്ഷത്രത്തിൻ്റെ അവസാന 2 പാദം, തിരുവാതിര, പുണർദം നക്ഷത്രത്തിൻ്റെ ആദ്യ 3 പാദം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴത്തിൻ്റെ രാശിമാറ്റം 11ാം ഭാവത്തിൽ നിന്ന് 12ാം ഭാവത്തിലേക്കാണ്. 12ാം ഭാവം എന്ന് പറയുന്നത് വ്യയസ്ഥാനമാണ്. 12ൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ ഈശ്വരാധീനം മറഞ്ഞു നിൽക്കുന്ന ഒരു കാലയളവാണ്. കാര്യതടസ്സങ്ങളും മനപ്രയാസങ്ങളും ധനനഷ്ടവും ഒക്കെ വന്നു ചേരാവുന്ന ഒരു വർഷം എന്ന് പൊതുവെ പറയേണ്ടതായിട്ട് വരും. എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട സമയമാണ്. ഉദ്യോഗാർത്ഥികൾ ആയാലും ഏത് തൊഴിൽ സംരംഭത്തിൽ പ്രവർത്തിക്കുന്നവരായാലും അവർക്ക് ചില സ്ഥാന ചലനങ്ങൾക്കൊക്കെ സാധ്യതയുള്ള സമയമാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ആണെങ്കിൽ അപ്രതീക്ഷിതമായിട്ടുള്ള തടസ്സങ്ങളും ഒക്കെ വന്നു ചേരുന്ന സമയമാണ്. സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾ ബിസിനസ് രംഗത്തുള്ളവർക്ക് വന്നു ചേരാം. ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം തൊഴിലിൽ അപ്രതീക്ഷിതമായിട്ടുള്ള മാറ്റങ്ങൾ, ട്രാൻസ്ഫറുകൾ, ദൂരദേശത്തേക്കൊക്കെ ട്രാൻസ്ഫറൊക്കെ കിട്ടാനും അതുമൂലമുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ നേരിടേണ്ടതായിട്ട് വരുന്നതുമായിട്ടുള്ള ഒരു സമയമാണ്. സന്താന വിഷയത്തിൽ പലതരത്തിലുള്ള മനക്ലേശങ്ങൾക്കും സാധ്യതയുള്ള സമയമാണ്. കൂടാതെ കലാകാരന്മാരും രാഷ്ട്രീയ പ്രവർത്തകരുമെല്ലാം വളരെയധികം കരുതലോടെ മുന്നോട്ട് പോകേണ്ട സമയമാണ്. എല്ലാ കാര്യങ്ങളിലും കുറേയേറെ തടസ്സങ്ങൾ വന്ന് ചേരുന്ന ഒരു വർഷമായിരിക്കും 2024 മെയ് 1 മുതൽ സംഭവ്യമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ രാശിക്കാർ അവരവരുടേതായ ഉത്തരവാദിത്വങ്ങൾ സ്വയം നിറവേറ്റുക, മറ്റാരെയും ഏൽപ്പിക്കാതിരിക്കുക, ധനവിഷയങ്ങളിലൊക്കെ കൃത്യത പാലിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുക. ഈ രാശിക്കാർക്ക് ഉണ്ടാകുന്ന പലവിധ പ്രയാസങ്ങളും ലഘൂകരിക്കുന്നതിനായിട്ട് വ്യാഴാഴ്ചകൾ അവരവരുടെ മതാചാരപ്രകാരം പ്രത്യേക പ്രാർത്ഥന നടത്തുന്നത് ഗുണകരമായി ഭവിക്കുന്നു. മിഥുനൻ രാശിക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു.